ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം ആഴമേറിയതാക്കുന്നതാണ് സമ്മർദ്ദം. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും വീണ്ടും ഈ എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും കർത്താവ് നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും വചനം വെച്ച് കർത്താവ് നമ്മളെ എൻകറേജ് ചെയ്യുന്നു. കർത്താവിൻ്റെ ഒറ്റൊരു വചനം മതി നമ്മുടെ ലൈഫിനെ മാറ്റുവാൻ വേണ്ടി. ആമേൻ. അതുകൊണ്ട് ഈ ഒരു സ്റ്റഡി സീരീസിലൂടെ പോകുന്ന ഓരോ വ്യക്തികളുടെ ലൈഫ് തീർച്ചയായിട്ടും മാറും. തീർച്ചയായിട്ടും ജീവൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതങ്ങളെ പണിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആ നല്ല പണിക്ക് വേണ്ടി, ആ ഒരു പ്രോസസ്സിന് വേണ്ടി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ കോസ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. UK നിന്ന് സുഭാഷ് ആൻഡ് ശ്രീലക്ഷ്മി. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ശ്രീലക്ഷ്മിയുടെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈ ദിവസങ്ങളെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും അനുഗ്രഹിക്കട്ടെ. അത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ശ്രീലക്ഷ്മി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം സിസ്റ്ററിൻ്റെ ലൈഫിലുള്ളതിനായി നന്ദി പറയുന്നു. ഇനിയും അത്ഭുതകരമായി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് രണ്ട് മക്കളെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ദൈവകൃപയാൽ കർത്താവ് അവർ മുൻപിലേക്ക് മൂവ് ചെയ്യട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ വളർച്ചയിൽ കർത്താവ് കൂടിയിരിക്കണമേ. എല്ലാ മേഖലയിലും കർത്താവിന് അനുഗ്രഹം അവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മക്കളുടെയും ശ്രീലക്ഷ്മിയുടെയും നല്ല ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഹെൽത്തിനാൽ കർത്താവ് ഇവരെ കവർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു സ്ഥലത്തും സ്റ്റക്കായിരിക്കാതെ മുൻപിലേക്ക് തന്നെ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന UK ബ്ലെസ്സിങ് ടുഡേയുടെ സകല പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. UK വലിയ ദൈവിക പ്രവർത്തനങ്ങൾ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചിലൂടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള വ്യക്തികൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഇപ്പോഴുള്ള ബ്ലെസ്സിങ് ടുഡേ അംഗങ്ങൾ കർത്താവെ സ്ട്രെങ്ത് ഉണ്ടായി തീരട്ടെ. അവർ ലൈഫിലെ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് റിലീസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ട്ണറിങ്. ഇതുപോലെ TV എപ്പിസോഡ്സിൻ്റെ ഒരു പങ്കാളിയായി തീരുവാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ആമേൻ. അപ്പോൾ തന്നെ നാളെ അതിശക്തമായിട്ടുള്ള സൺഡേ സർവീസുകൾ നമ്മുടെ ചർച്ചകളിൽ നടക്കുന്നു. കൊച്ചിയിലാണെങ്കിൽ നമുക്ക് രാവിലെ 7:45 ഇംഗ്ലീഷിലുള്ള ഒരു ആരാധനയുണ്ട്. അപ്പോൾ തന്നെ ഹിന്ദിയിലും ഒരു ആരാധനയുണ്ട്. 9:45 നമ്മുടെ മലയാളം ആരാധന ഉള്ളത്. അതെല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും ഉണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊച്ചിയിലോ ഏത് ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലോ നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാം. ബ്ലെസ്സിങ് സെൻറ്റേഴ്സ് എവിടെയാണ് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുവാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.blessingtoday.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാട്സാപ്പിലോ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൂടെ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് മൺഡേ വീണ്ടും കാണാം. അതിനു മുമ്പ് നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂൺ 13 സാറ്റർഡേ. ഇന്ന് ഈ മാസം അറിയാമല്ലോ, ഇറ്റ് ഈസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. എല്ലാവരെയും കർത്താവ് ഉറപ്പിച്ചു നിർത്തുന്ന ഒരു മാസമാണ്. ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിലെ ആ പേജ് തുറന്നാൽ ഇങ്ങനെ കാണാം: ഫെയ്ത്ത് അണ്ടർ പ്രഷർ. സമ്മർദ്ദത്തിന് കീഴിലെ വിശ്വാസം. വലിയ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതിന് കീഴിലുള്ള വിശ്വാസം. അതൊന്ന് ടൈപ്പ് ചെയ്തിരുന്നേ, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ജെയിംസ് ചാപ്റ്റർ 1:3, യാക്കോബിൻ്റെ ലേഖനം 1:3. ഫോർ യു നോ ദാറ്റ് ദ ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത് പ്രൊഡ്യൂസസ് പെർസിവിയറൻസ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വലിയ സഹിഷ്ണുത ഉളവാക്കുന്നു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഡെക്ലറേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്: മൈ ഫെയ്ത്ത് സ്റ്റാൻഡ് സ്ട്രോങ് അണ്ടർ പ്രഷർ. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, വലിയ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ എൻ്റെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നു. എവറി ടെസ്റ്റ് ബിൽഡ്സ് ലാസ്റ്റിംഗ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ മീ. എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരിശോധനകളും നിലനിൽക്കുന്ന ഒരു ഉറപ്പും
ശക്തിയും കരുത്തും എനിക്ക് നൽകുന്നു. അതേ പേജിൽ തന്നെയുള്ള ബൈബിൾ റീഡിംഗ് പ്ലാൻ വായിച്ച് ടിക്ക് ചെയ്യുക. ഫെയ്ത്ത് അണ്ടർ പ്രഷർ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. സമ്മർദ്ദത്തിന് കീഴിലെ വിശ്വാസം, അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ ചുറ്റുനിന്നും വരുമ്പോൾ അതിനകത്തുള്ള വിശ്വാസം. അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയുകയാണ്. നമ്പർ 1, പ്രഷർ റിവീൽസ് വാട്ട് ഈസ് ജെനുവൈൻ. ഭയങ്കരമായ സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ അത് യഥാർത്ഥമായതിനെ, ശരിയായതിനെ അത് വെളിപ്പെടുത്തും. എന്ന് വെച്ചാൽ അവിടെ പറയുന്നത് കണ്ടോ, യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മളുടെ ഇന്നത്തെ ഫോക്കസ് വേഴ്സിൽ പറയുന്നത്, ജെയിംസ് സ്പീക്സ് അബൌട്ട് ദ ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ പരിശോധന. എല്ലാവരും എന്ന് പറഞ്ഞേ, വിശ്വാസത്തിൻ്റെ പരിശോധന. ആര് പറയാൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും അതിനൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിശ്വാസം ആർക്കുണ്ടെങ്കിലും പരിശോധനയിലൂടെ പോകേണ്ടി വരും. ടെസ്റ്റിംഗ് ഡസ് നോട്ട് ഇൻഫോം ഗോഡ് ഓഫ് വാട്ട് ഹി ഡസ് നോട്ട് നോ. ഇപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ് നമുക്ക് വരുമ്പോൾ, ഒരു പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവത്തിന് അറിയാത്തൊരു കാര്യം ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല വാസ്തവത്തിൽ ഈ പരിശോധന വരുന്നത്. ഇറ്റ് റിവീൽസ് വാട്ട് ഈസ് ട്രൂലി ഡെവലപ്പിംഗ് വിത്തിൻ അസ്. നമ്മുടെ അകത്തുള്ള ഇതെന്താണോ അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളൊരു ടെസ്റ്റ് പേപ്പർ ഇടുന്നത്, ഒരു കുട്ടിക്കൊരു ടെസ്റ്റ് പേപ്പർ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുട്ടി എന്ത് പഠിച്ചു, പഠന നിലവാരം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ ഒരു ടെസ്റ്റ് ഇടുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തിന് അത് അറിയേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ നിലവാരം എന്താണെന്ന് ദൈവത്തിന് ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയേണ്ട ആവശ്യമില്ല. അവൻ സർവ്വജ്ഞാനിയായതുകൊണ്ട് മുമ്പുള്ളതും ഇപ്പോഴുള്ളതും വരുവാനുള്ളതും എല്ലാം അവനറിയാം. എന്നാൽ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് തന്നെ വെളിവാക്കി തരും, ഇതാണ് മോനെ നിൻ്റെ വിശ്വാസത്തിൻ്റെ നിലവാരം, നീ കുറച്ചുകൂടി വളരാനുണ്ട്, ഇത്രേ നീ ആയിട്ടുള്ളൂ. 1 പത്രോസ് 1:7 ഫെയ്ത്ത് റിഫൈൻഡ് ലൈക്ക് ഗോൾഡ് ഇൻ ഫയർ. ഫെയ്ത്ത് റിഫൈൻഡ് ലൈക്ക് ഗോൾഡ് ഇൻ ഫയർ എന്ന് വെച്ചാൽ തീയിൽ ശുദ്ധീകരിച്ച സ്വർണത്തെ പോലെ ആയിരിക്കണം വിശ്വാസം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത് തീയിൽ ശുദ്ധീകരിക്കുന്ന സ്വർണം പോലെയാണ്. യോബിൻ്റെ പുസ്തകം 23:10 when he has tested me I will come forth as gold. നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. സങ്കീർത്തനങ്ങൾ 66:10 You tested us, O God, you refined us like silver. 66-ാം സങ്കീർത്തനം 10-ാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, നോക്കൂ. ദൈവമേ, നീ ഞങ്ങളെ പരീക്ഷിച്ചു അഥവാ പരിശോധിച്ചു. യു റിഫൈൻഡ് us like silver. വെള്ളി ശോധന കഴിക്കും പോലെ നീ ഞങ്ങളെ ശോധന ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം തന്നെയാണ് ഈ ടെസ്റ്റിലൂടെ കടത്തിവിടുന്നത്. ടെംപ്റ്റേഷൻ ഈസ് ഫ്രം ദ ഡെവിൾ, ടെസ്റ്റ് ഈസ് ഫ്രം ഗോഡ്. വ്യത്യാസം അതാണ്. പ്രലോഭനങ്ങൾ വരുന്നത് പിശാചിൽ നിന്നാണ്, എന്നാൽ പരിശോധന വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അത് എഴുതി വെക്കുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട്. ഒത്തിരി പേർക്ക് അത് അറിയില്ല. ദൈവം പ്രലോഭിപ്പിക്കുന്നു. നോ, ദൈവം അതിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഈ ബൈബിളിൽ ചില സ്ഥലങ്ങളിൽ ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷനിൽ ചിലപ്പോഴൊക്കെ പരീക്ഷ എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അവിടെ ആക്ച്വലി വരേണ്ടത് ദൈവം നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദൈവം നമ്മളെ പ്രലോഭിപ്പിക്കുന്നില്ല പാപം ചെയ്യാൻ, തിന്മയിലേക്ക് കൊണ്ടുപോകാൻ, പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ. ഒക്കെ പ്രലോഭിപ്പിക്കുന്നത് പിശാചാണ്. എന്നാൽ ദൈവമാണ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. പിശാച് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നില്ല, പിശാച് നമ്മളെ ടെംപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും രണ്ടാണ്. വ്യത്യാസം എന്താണ്? ടെംപ്റ്റ് ചെയ്യുന്നതിൻ്റെ പുറകിലെ ചേതോവികാരം അവനെ നശിപ്പിക്കുക, അവനെ പാപത്തിൽ വീഴ്ത്തുക, അവനെ ന്യായവിധിക്കിരയാക്കുക, അവനെ തകർക്കുക എന്നുള്ളതാണ്. ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ടെസ്റ്റ് ചെയ്ത ശേഷം അവനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം ഒരു പരിശോധനയിലൂടെ നമ്മളെ വിട്ടാൽ, ടെസ്റ്റിലൂടെ നമ്മളെ വിട്ടാൽ, അതിനുശേഷം അടുത്ത ലെവലിലേക്ക് പോകും. അടുത്ത സ്ഥാനക്കയറ്റം നമുക്ക് ലഭിച്ചിരിക്കും. എന്നാൽ പിശാച് ചെയ്യുന്നത് അതല്ല. പിശാച് നമ്മളെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ എക്സ്പോസസ് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് ഓണസ്റ്റ്ലി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമ്മർദ്ദം നമ്മിലുള്ള ശക്തിയും
നമ്മുടെ ബലഹീനതയും വളരെ വ്യക്തമായി തുറന്നു കാട്ടും. അതിഭയങ്കരമായ പ്രഷർ വരുമ്പോഴാണ്, അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ വരുമ്പോഴാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. കുശവൻ കളിമണ്ണ് കൊണ്ട് പാത്രമെല്ലാം ഉണ്ടാക്കിയ ശേഷം അത് അതുപോലെ തന്നെ ഒന്ന് വെയിലത്ത് വെച്ച് നുണക്കി ഇതെല്ലാം ചെയ്ത ശേഷം തീച്ചൂളിയുടെ അകത്തേക്ക് വയ്ക്കുക. അവിടെ വെച്ചത് ചുട്ടെടുത്ത് കഴിയുമ്പോൾ ആ ഭയങ്കരമായ ഹീറ്റിനകത്ത്, അതൊരു ടെസ്റ്റാണ്, അതിനകത്താണത് ശരിയായ രീതിയിൽ ഒരു ചുവന്ന ഒരു പ്രത്യേക പോട്രയുടെ ഒരു കളറുണ്ടല്ലോ, അതിൽ നല്ല രസമാണ് കാണാൻ. അതിലേക്കത് റെഡിയായി വരുമ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഒരു ഇരിക്കുന്നത് കണ്ടോ, ഇതുപോലെ ഒന്നിലേക്ക് അതിനെ ആക്കിയെടുക്കുമ്പോൾ ആ പ്രഷറിലാണ് അതിൻ്റെ ഷേപ്പ് മാറുമോ, അത് പൊട്ടി വിണ്ട് കീറുമോ, ഇതെല്ലാം മനസ്സിലാകുന്നത്. ആ ടെസ്റ്റ് കഴിഞ്ഞാണ് ഇത് പുറത്തു വരുന്നത്. അതോടെ അതിന് വില കൂടി, അതിൻ്റെ മാർക്കറ്റിൽ ഭയങ്കര വാല്യൂ ആയി. ഇപ്പോൾ അത് സ്റ്റുഡിയോയിലിരിക്കുന്നു. നമ്പർ 2, പ്രഷർ ഈസ് നോട്ട് ഓൾവേസ് എ സൈൻ ഓഫ് ഗോഡ്സ് ആബ്സൻസ്. ഇതുപോലുള്ള വലിയ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒരിക്കലും ദൈവം നമ്മോട് കൂടെ ഇല്ല എന്ന് പറയാനല്ല, എന്നതല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ അഭാവമല്ല ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം എന്നോട് കൂടെ ഇല്ല, അയ്യോ അതുകൊണ്ടല്ലേ ഇതെല്ലാം വരുന്നത്. ദൈവത്തിന് വേണ്ടിയുള്ള യാത്രകളാണ് പൗലോസ് ചെയ്യുന്നത്, അതിനിടയിലാണ് കപ്പൽ തകരുന്നത്. അപ്പോൾ ഈ വലിയ പ്രശ്നത്തിൽ ദൈവം മാറിക്കളഞ്ഞു, അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു. നോ, ദൈവമക്കളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ, ഈവൻ ടെസ്റ്റുകൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ, എന്ത് വന്നാലും അതിൻ്റെ അർത്ഥം ദൈവം കൂടെ ഇല്ല എന്നല്ല, ദൈവം ഉപേക്ഷിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നോർമലി സാധാരണ വിശ്വാസികൾ ഒരു വലിയ പ്രശ്നം ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ദൈവം എന്നെ വിട്ടുപോയി, നോ 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 നോ, ദാറ്റ് മേ ബി എ ടെസ്റ്റ്. അതുകൊണ്ട് ഒരു വിഷയം വരുമ്പോൾ കർത്താവ് എന്നെ വിട്ടുമാറി, ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് ഒരിക്കലും കൺക്ലൂഡ് ചെയ്യരുത്. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ, വചനം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ദൈവം വളരെ ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴാണ്. ഉദാഹരണത്തിന് യോസഫ് ആണെങ്കിൽ കാരാഗൃഹത്തിൽ കിടക്കുന്നു, ദാവീദ് ഗുഹകളിൽ ചെന്ന് പാർക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. മരുഭൂമിയിലെ, യഹൂദ്യ മരുഭൂമിയിൽ എവിടെയൊക്കെയുള്ള ഗുഹകളിൽ, കാട്ടാട്ടിൻ പാറകളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നു. പൗലോസ് ചങ്ങലയിൽ കിടന്നു, അനേക വർഷങ്ങൾ ചങ്ങലയിൽ കിടന്നു. അതിൻ്റെയൊക്കെ അർത്ഥം ഇവരൊക്കെ ദൈവം കൈവിട്ടെന്നാണോ? ഒരിക്കലുമല്ല. ഏശയ്യാവിൻ്റെ പുസ്തകം 43 വചനം പറയുന്നത്, വെൻ യു പാസ് ത്രൂ ദ വാട്ടേഴ്സ് ഐ വിൽ ബി വിത്ത് യു. നീ വെള്ളത്തിൽ കൂടി പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, കർത്താവ് പറയാം. ഒരിക്കലും നമ്മെ ഒരു ഘട്ടത്തിലും കർത്താവ് വെറുതെ വിടുന്നില്ല. കൂരിലൊരു താഴ്വരയിൽ നീ എന്നോടുകൂടി ഇരിക്കുന്നു, തീച്ചൂളയിൽ നീ എന്നോടുകൂടി ഇരിക്കുന്നു. 2 കൊരിന്ത്യർ 4:8-9 വചനങ്ങളിൽ പ്രസ്ഡ് ബട്ട് നോട്ട് ക്രഷ്ഡ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രസ്ഡ് ബട്ട് നോട്ട് ക്രഷ്ഡ് അന്ന് ടൈപ്പ് ചെയ്തിടാമോ? എല്ലാ നിലകളിലും ഞങ്ങൾ ഞെരുങ്ങുന്നുവെങ്കിലും തകർന്നു പോകുന്നില്ല. ഞെരുക്കം എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്, സമ്മർദ്ദം എല്ലായിടങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നശിച്ചു പോവുകയോ തകർന്നു പോവുകയോ ചെയ്യുന്നില്ല. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവിൽ ഞാൻ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം നിങ്ങളെ തകർക്കാൻ അല്ല അല്ല അല്ല. പകരം ഇതിലൂടെ പോയി മാറ്റു വർദ്ധിച്ച്, വിശുദ്ധി വർദ്ധിച്ച്, ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിച്ച് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. 34-ാം സങ്കീർത്തനം 19-ാമത്തെ വചനം പറയുന്നത്, ദ റൈച്ചസ് ഫേസ് മെനി ട്രബിൾസ് ബട്ട് ദ ലോർഡ് ഡെലിവേഴ്സ് ദം ഫ്രം ദം ഓൾ. അവിടെ പറയുന്നത് നീതിമാൻ പലതരത്തിലുള്ള, അല്ലെങ്കിൽ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും, എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുന്നു. ഇത് എല്ലാം മറന്നാൽ ഇന്ന് ഇതൊന്നും മറക്കാതിരിക്കാം. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും. ദൈവമക്കളുടെ, വിശ്വാസികളുടെ, നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാകും, എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുന്നു. God may not remove every pressure immediately, but he remains present within it. ദൈവത്തിൻ്റെ ഒരു രീതി, അതിൻ്റെയൊക്കെ മൊത്തം വിശദീകരണമൊന്നും തരാൻ എനിക്ക് പ്രാപ്തിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പാറ്റേൺ ഞാൻ പറയാം. ഏതെങ്കിലും ഒരു വലിയ പ്രശ്നത്തിലായി കഴിയുമ്പോൾ പെട്ടെന്ന്
അത്ഭുതകരമായി ഈ പ്രശ്നങ്ങളെ എപ്പോഴും എടുത്തു കളയണമെന്നില്ല. പകരം ഹി റിമെയിൻസ് പ്രസൻറ്റ് വിത്തിൻ ഇറ്റ്. ആ പ്രശ്നത്തിന് നടുവിൽ ദൈവം നമ്മോട് വിശ്വസ്തമായി പെരുമാറും, വിശ്വസ്തനായിരിക്കും. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം, മറക്കരുത്. നമ്മൾ ഉപയോഗിക്കുന്ന കൽക്കരി. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലൊക്കെ കൂകിപ്പായും തീവണ്ടി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ കൽക്കരിയിട്ട്, ആ കൽക്കരി ഉപയോഗിച്ച്, കൽക്കരി ഖനികളിൽ നിന്ന് അത് കൊണ്ടുവന്ന ആ കൽക്കരിയിട്ടാണ് ഈ തീവണ്ടി ഓടിയിരുന്നത്. അപ്പോൾ പുക ഇങ്ങനെ തുപ്പി തുപ്പി എന്ന് വെച്ചാൽ ഭയങ്കരമായ കറുത്ത പുക മുകളിലേക്ക് വിട്ടിട്ടാണ് ഈ കൽക്കരി പോകുന്നത്. അപ്പോൾ ആ കൽക്കരിയുടെ ഉപയോഗം അതാണ്. എന്നാൽ ഇതേ കൽക്കരി അതിഭയങ്കരമായ സമ്മർദ്ദത്തിൽ ഭൂമിക്കടിയിൽ എവിടെയാണെന്ന് വെച്ചാൽ ഭയങ്കരമായ സമ്മർദ്ദത്തിലൂടെ പോവുകയാണെങ്കിൽ കിട്ടുന്ന എന്താണെന്നറിയാമോ? തീവണ്ടി ഓടിക്കുന്ന കരിയല്ല, അല്ലെങ്കിൽ അമ്മമാർ കഞ്ഞി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ചപ്പാത്തി ചുടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കരിയല്ല, ഡയമണ്ടാണ്. ഈ ഡയമണ്ടിൻ്റെ വിലയും 1 കിലോ കൽക്കരിയുടെ വിലയും എന്താണ്? ചിന്തിച്ചു നോക്ക് വ്യത്യാസം. ഒരേ സാധനമാണ് കൽക്കരി, കാർബണാണ്, രണ്ടും കാർബണാണ്. ഓ മൈ ഗോഡ്! ഈ കൽക്കരി തന്നെ, ഓക്കെ, ആ കൽക്കരിക്ക് അതിൻ്റെ ഉപയോഗമുണ്ട്. എന്താണ്? തീ കത്തിച്ച്, ചിലപ്പോൾ തണുപ്പ് രാജ്യങ്ങളൊക്കെ ഈ കൽക്കരി ഇട്ട് കത്തിച്ചല്ലേ ആളുകൾ അവിടെ ഹാർത്ത് പ്ലേസിലോ, അതുപോലെ ഒരു ഇതുണ്ടല്ലോ, റൂം ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പ്ലേസ്, അവിടെയൊക്കെ പോയി കൈ ചൂടാക്കുന്നു. തണുപ്പ് കാലത്ത് അവിടെ ചെന്നാണ് റൂം ഹീറ്റേഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിച്ച് കൊണ്ടിരുന്നത് ഈ കൽക്കരിയാണ്. എന്നാൽ അതേ കൽക്കരി ഒരുപക്ഷെ അനേക വർഷങ്ങൾ അതിഭയങ്കരമായ പ്രഷറിനകത്താണെങ്കിൽ അത് ഡയമണ്ടായിട്ട് രൂപാന്തരപ്പെടുന്നു. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ളത് ഡയമണ്ടാണെന്ന് പറയും. അപ്പോൾ തന്നെ അതിനെ ഒരുപക്ഷെ ഇങ്ങനെ പിടിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണാനും പറ്റും. അതിൻ്റെ കട്ട്സ് അനുസരിച്ച് അത് പ്രകാശത്തെ ഭയങ്കരമായി പ്രതിഫലിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എന്നാ വിലയാണ് ഒരു ഡയമണ്ടിന്. പക്ഷേ ഒരേ സാധനമാണ്. ചിലരേക്ക് നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരുപക്ഷെ ഇന്ന് പ്രയോജനപ്പെടുന്നുണ്ട്, പക്ഷെ കൽക്കരിയുടെ പ്രയോജനമാണ്. നിറമൊക്കെ കറുത്തതാണ്, പിന്നെ തീയിലിട്ട് കത്തിച്ച് കഞ്ഞി വെക്കാനും ഏതെങ്കിലുമൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ടായിരിക്കും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ വലിയ പ്രഷറിലൂടെ പോകുമ്പോൾ അതേ കൽക്കരിയെ ഒരു വൈഡൂര്യമാക്കി, ഒരു ഒരു ഡയമണ്ടാക്കി, രത്നക്കല്ലാക്കി ഒക്കെ മാറ്റാൻ ദൈവത്തിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പദ്ധതികൾക്കായി സ്തോത്രം. ഒരു ഹല്ലേലൂയ പറ. സോ പ്രഷർ ക്യാൻ പ്രൊഡ്യൂസ് ട്രാൻസ്ഫോർമേഷൻ. ജീവിതത്തിൽ അതിഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ അത് നിന്നെ തകർക്കുകയില്ല, പകരം അതിഭയങ്കരമായൊരു രൂപാന്തരം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. നമ്പർ 3, ടെസ്റ്റഡ് ഫെയ്ത്ത് ഡെവലപ്സ് പെർസിവറൻസ്. ടെസ്റ്റഡ് ഫെയ്ത്ത് ഡെവലപ്സ് പെർസിവറൻസ്. പരിശോധിക്കപ്പെട്ട വിശ്വാസം സഹിഷ്ണുതയെ ഉളവാക്കുന്നു. യാക്കോബ് ഇവിടെ പറയുന്നത് ടെസ്റ്റിംഗ് പ്രൊഡ്യൂസസ് പെർസിവറൻസ് എന്നാണ്. നിങ്ങളുടെ ആ പരിശോധന ഉളവാക്കുന്നത് വലിയ സഹിഷ്ണുതയാണ്. പെർസിവറൻസ് ഈസ് സ്പിരിച്വൽ സ്റ്റേയിങ് പവർ. എന്താണ് ഈ സഹിഷ്ണുത? എന്താണ് ഈ പിടിച്ചു നിൽക്കാനുള്ള സ്ഥിരോത്സാഹം? ഇറ്റ് ഈസ് സ്പിരിച്വൽ സ്റ്റേയിങ് പവർ. ആത്മീയമായി ഉറച്ചു നിൽക്കാനുള്ളൊരു ശക്തിയാണത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു continue praying, continue obeying, continue trusting even when answers delay. എന്താണിതെന്ന് ചോദിച്ചാൽ it is the ability to continue praying. ഈ ഭയങ്കര പ്രശ്നങ്ങൾക്ക് നടുവിലും പ്രാർത്ഥന നിർത്തുന്നില്ല, തുടരുന്നു. ദൈവത്തെ അനുസരിക്കുന്ന നിർത്തുന്നില്ല, തുടരുന്നു. ദൈവത്തെ വിശ്വസിക്കുന്ന നിർത്തുന്നില്ല, തുടരുന്നു. സുവിശേഷ പ്രവർത്തനം നിർത്തിവെക്കുന്നില്ല, തുടരുന്നു. ഒന്നും അവസാനിപ്പിക്കാതെ തുടരുന്നു. ഒത്തിരി പേര് ഇട്ടിട്ട് പോകും. അവിടെ ഇട്ടിട്ട് പോകരുത്, അവിടെ പിടിച്ചു നിൽക്കണം. ചിലരോടൊക്കെ കർത്താവ് പറയുകയാണ്, മക്കളെ, റോമലേഖനം 5:3-4 വചനങ്ങൾ പറയുന്നു, സഫറിങ് പ്രൊഡ്യൂസസ് പെർസിവിയറൻസ്, ക്യാരക്ടർ ആൻഡ് ഹോപ്പ്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയും അഥവാ ക്യാരക്ടറിനെ, സ്വഭാവത്തെയും, ആ സ്വഭാവ ശ്രേഷ്ഠത
പ്രത്യാശയെയും ഉളവാക്കുന്നു. ആ സീക്വൻസ് ശ്രദ്ധിക്കുക. എബ്രായ ലേഖനം 10:35-36 വചനങ്ങളിൽ കാണുന്നത്, യു നീഡ് ടു പെർസീവിയർ ആഫ്റ്റർ ഡൂയിങ് ഗോഡ്സ് വെൽ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് പൂർത്തിയാക്കി സഹിഷ്ണുതയോടുകൂടെ നിൽക്കണം. അപ്പോൾ സഹിഷ്ണുതയോടെ നിൽക്കുക വേണം, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുക വേണം. ഗലാത്യ ലേഖനം 6:9 ഈ രീതിയിൽ ജീവിക്കുന്നതിൽ മടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൻഡ്യൂറൻസ് ഈസ് ഡെവലപ്ഡ്, നോട്ട് ഡൗൺലോഡഡ് ഇൻസ്റ്റൻ്റ്ലി. അതായത് പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ് പെട്ടെന്ന് ഇങ്ങനെ കൃപാവരങ്ങൾ പോലെ, ഗിഫ്റ്റ് പോലെ പ്രാപിക്കുന്നതല്ല. ഇറ്റ് ഈസ് ഡെവലപ്ഡ് സ്ലോലി, കുറേശ്ശെയായി നമ്മിൽ ഉളവായി വരുന്ന, രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് എൻഡ്യൂറൻസ് അഥവാ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ. നമ്പർ 4, പ്രഷർ ക്യാൻ ഡീപ്പൻ ഡിപ്പെൻഡൻസ് ഓൺ ഗാഡ്. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം ആഴമേറിയതാക്കുന്നതാണ് സമ്മർദ്ദം. ബിക്കോസ് trials often strip away false confidence and draw us closer to God. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇതുപോലുള്ള കഷ്ടത നിറഞ്ഞ അനുഭവങ്ങൾ, ഏടുകൾ, അത് നമ്മുടെ തെറ്റായ ഫോൾസ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമുക്ക് നടന്നോളും എന്നൊക്കെയുള്ള രീതിയിൽ, ഒരു ഉഴപ്പൻ രീതിയിലുള്ള, അതെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് വളരെ വേഗത്തിൽ ദൈവത്തിലേക്ക് നമ്മെ ആഞ്ഞടിപ്പിക്കുന്ന ഒന്നായിരിക്കും. ഡ്യൂട്രോണമി 8:2, ആവർത്തന പുസ്തകം 8:2 കാണുന്നത്, ഗോഡ് ലെറ്റ് ഇസ്രായേൽ ത്രൂ ദ വിൽഡർനെസ് ടു ടെസ്റ്റ് ആൻഡ് ഹംബിൾ ദം. ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നടത്തിയതിൻ്റെ ഒരു ഉദ്ദേശം അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണത്? അവരെ താഴ്ത്തി പരിശോധിക്കുവാനും അവർ ഹൃദയത്തിലിരിക്കുന്നത് എന്തെന്ന് പുറത്തു കൊണ്ടുവരുവാനും. ഭയങ്കരമായൊരു പ്രഷർ വരുമ്പോഴാണ് ഒരു വസ്തുവിൻ്റെ അകത്തുള്ള എന്താണെന്നുള്ളത് പൂർത്തിയാടുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ടഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ അകത്തുള്ളതെല്ലാം കൂടെ പുറത്തേക്ക് വരും. ദേഷ്യമോ അവിശ്വാസമോ ഇതൊക്കെ പുറത്തേക്ക് വരും. 119 സങ്കീർത്തനം 71 വചനത്തിൽ, ഇറ്റ് വാസ് ഗുഡ് ഫോർ മീ ടു ബി അഫ്ലിക്റ്റഡ് സോ ഐ മൈറ്റ് ലേൺ യുവർ ഡിക്രീസ്. നിൻ്റെ ചട്ടങ്ങളെ പഠിക്കേണ്ടതിന് ഞാൻ കഷ്ടതയിലായത് നന്നായി എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. സോ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് നാം ദൈവത്തിൻ്റെ ചട്ടങ്ങൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. യോഹന്നാൻ 15:4 കർത്താവ് പറയാം, റിമെയിൻ ഇൻ മീ, എന്നിൽ വസിപ്പിൻ. താമസം മാറ്റണ്ട എന്ന്, കർത്താവിൽ തന്നെ താമസിച്ചോളാൻ, കർത്താവിൽ തന്നെ വസിച്ചോളാൻ. അപ്പോൾ ഹാർഡ് സീസൺസ് ക്യാൻ ബിക്കം ഹോളി ക്ലാസ് റൂംസ്. ഭയങ്കരമായ കാഠിന്യമേറിയ ജീവിതത്തിൻ്റെ ഏടുകൾ ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ ക്ലാസ് മുറികളായി മാറും, പഠനമുറികളായി മാറുകയാണ്. ഞാനതാ പറഞ്ഞത്, ബൈബിൾ പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു, അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ ചേർന്ന്, തിയോളജിക്കൽ സെമിനാരിയിലോ കോളേജിലോ ഒക്കെ ചേർന്ന് ഒത്തിരി പേര് പഠിക്കാറുണ്ട്. ഒന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അതെല്ലാം തെറ്റെന്നല്ല. പക്ഷെ അവിടെ എങ്ങും കിട്ടാത്ത ഒന്നാണ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ സർവകലാശാലയിൽ ദൈവം നമ്മെ പഠിപ്പിക്കുക. അതിലെ ചില ക്ലാസ് റൂമുകൾ ജീവിതത്തിൽ ദൈവം നമ്മെ കൊണ്ടുപോകുന്ന ചില പ്രത്യേക കാഠിന്യമേറിയ ചില കാലഘട്ടങ്ങളാണ്. വളരെ കഷ്ടത നിറഞ്ഞ ചില കാലഘട്ടങ്ങൾ. അതാണ്, ആ ക്ലാസ് റൂമിലാണ് ഒരിക്കലും എവിടെ നിന്നും കിട്ടാത്ത ചില പാഠങ്ങൾ കർത്താവ് നമുക്ക് നൽകുന്നത്. അത് നോട്ട്ബുക്കിലല്ല ആ പാഠങ്ങൾ എഴുതുന്നത്, അതെവിടെയെങ്കിലും ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കുന്ന പാഠങ്ങളല്ല അത്. പകരം അത് നമ്മുടെ ആത്മാവിൽ, അല്ലെങ്കിൽ നമ്മുടെ സോളിൽ, നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കുന്ന ചില പാഠങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് മാറുകയാണ്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൈനീട്ടി പിടിക്കാമോ? കർത്താവേ, ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഫെയ്ത്ത് അണ്ടർ പ്രഷർ, അതിഭയങ്കരമായ സമ്മർദ്ദത്തിൻ്റെ അനുഭവങ്ങളിൽ ആയിരിക്കുന്ന ആ വിശ്വാസം,
കർത്താവെ, അത് പൊന്നുപോലെ പുറത്തു വരാൻ, ഡയമണ്ട് പോലെ പുറത്തു വരാൻ കർത്താവ് ഇടയാക്കുന്നതിനായി നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവ്, ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന, രോഗികളായിട്ടുള്ളവർ കൈ നീട്ടിപ്പിടിക്കുക. അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ റിസ്റ്റിൻ്റെ ഈ ഭാഗത്ത് പെയിനുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ടെന്നീസ് എൽബോ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ കൈമുട്ടിലെ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തലച്ചോറ് സൗഖ്യമാകട്ടെ. ആന്തരിക അവയവങ്ങളും ബാഹ്യ അവയവങ്ങളും സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കൈനീട്ടി പിടിക്കുമ്പോൾ ഈ രോഗങ്ങളല്ലാതെ വേറെ ചില വിഷയങ്ങളായിരിക്കും നിങ്ങളേത്, അതും ഇപ്പോൾ യേശുവിനോട് പറയുക. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ വിഷയങ്ങൾക്കെല്ലാം വിടുതൽ നൽകുന്നതിനായി നന്ദി. ഞങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ സൺഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ തീർച്ചയായിട്ടും വരണം, അല്ലെങ്കിൽ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയിൽ വരണം. വിദേശ രാജ്യങ്ങളിൽ ദൂരെയുള്ളവരും ഒക്കെ ഓൺലൈനിൽ കാണുക. നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ബ്ലെസ്സിങ് ടുഡേയിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച വന്ന് ആരാധനയിൽ പങ്കെടുക്കുക. എല്ലാവരും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ ബ്ലെസ്സിങ് സെൻറ്ററിൽ കാണാം. ഇല്ലെങ്കിൽ നമുക്ക് മൺഡേ ഇതുപോലെ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.